എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെയും അടുത്ത ആഴ്ചയുടെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നേ. രേവതി നല്ല സങ്കടത്തിലായിരുന്നു. കാരണം ഇത്രയും കാലം സച്ചി പൊന്നുപോലെ കൊണ്ടുവരുന്ന കാറാണ് സച്ചി വിറ്റ് കളഞ്ഞ്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചിട്ട് സച്ചി ഒട്ട് പറഞ്ഞതുമില്ല. രേവതിക്ക് സങ്കടമായി. രേവതി ഒരു കാര്യം തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും അതിന്റെ സത്യാവസ്ഥ അറിയണം. കാർ എന്തിനു വേണ്ടിയിട്ടാണ് വിറ്റത്? ഒരു പക്ഷേങ്കിലും പണം ആവശ്യമുണ്ട്. സച്ചിക്ക് ഇത്ര പണത്തിന്റെ ആവശ്യം എന്തായിരിക്കണേ? അതെന്താ ഏതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് രേവതി നേരെ മഹേഷിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ മഹേഷിന്റെ അടുത്ത് എന്നിട്ട് സച്ചി കാറ് വിറ്റതിനെ പറ്റിയൊക്കെ ചോദിക്കുകയാണ്. എന്തിനു വേണ്ടിട്ടാ ഏതെന്നൊക്കെ അറിയാവുന്നൊക്കെ ചോദിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, അല്ല സച്ചിയോടൊന്നും പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല, ഒന്നും പറഞ്ഞില്ലെന്ന് പറയണം. അങ്ങനെയാണ് രേവതിയോട് മഹേഷ് ആ കാര്യങ്ങളൊക്കെ പറയണേ. ആന്റണിക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആന്റണി വന്ന് ചോദിച്ച സമയത്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പം അവന്റെ ശരത്തിന്റെ കൈ ഇങ്ങനെ തിരിച്ചൊടിച്ചു. പക്ഷെ അതിന്റെ പേരിൽ ആന്റണി വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി. അവസാനം സച്ചി അവന്റെ കാല് വീണ് മാപ്പ് പറയണമെന്ന് വരെ ആയി. അല്ലെങ്കിൽ ഇവിടെ എല്ലാവരുടെയും പൈസ അന്നത്തെ ദിവസം തന്നെ കൊടുക്കണമെന്ന്. ഞങ്ങളൊക്കെ കുറെ എമൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പൈസ ഒരു 3-4 ലക്ഷം രൂപ വരെയായിരുന്നു. അത്രയും പൈസ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിലില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ സച്ചേട്ടൻ എന്ത് ചെയ്തു, ആ കാറ് വിറ്റിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പൈസ ആന്റണിക്ക് കൊടുത്തെന്ന് പറയാം. രേവതിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. കാരണം തന്റെ ഭർത്താവ് സ്വന്തം കൂടപ്പുറപ്പുകളെ പോലെ തന്നെയാണ് ഇവരെയും കണ്ടിരിക്കുന്നത്. ഒരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരെ സഹായിച്ചിരിക്കുന്നു. അതോർത്ത് കഴിഞ്ഞപ്പം രേവതിക്ക് ഭയങ്കര സന്തോഷമായി. ആ സമയം കാർത്തിക് വന്നിട്ട് പറഞ്ഞു, ശരിക്കും പറഞ്ഞ സച്ചേണ്ട ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും കാറ് ആന്റണി കൊണ്ടായാലും ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം പട്ടിണിയായെന്ന് പറയണം. ഞങ്ങൾ ഈ ഒരു വരുമാനത്തിൽ എല്ലാവരും കഴിയണമെന്ന് പറയാ. അറിയാതെ രേവതിയുടെ കണ്ണ് നിറഞ്ഞുപോയി. ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു വരുന്നെങ്കിൽ തനിക്ക് സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും സച്ചേട്ടൻ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിലും ഇങ്ങനെയാ പണ്ട് മുതലേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ വെച്ച് പെരുമാറത്തുള്ളൂ. എന്തായതൊന്നും അറിയത്തില്ല. ഈ സമയം മഹേഷ് പറഞ്ഞു, അതെ രേവതി ചേച്ചി ഉദ്ദേശിച്ചോലൊന്നും അല്ല ആള്. സച്ചേട്ടൻ പാവ. സച്ചേട്ടൻ മനസ്സിലാക്കാത്തോണ്ടാ. ശരിക്കും ഒന്ന് മനസ്സിലാക്കി നോക്ക്. ഇത്രയും നല്ല പാവയെ മനുഷ്യനും ഇത്രയും അടുത്ത പ്രദേശത്തൊന്നും കാണാനില്ലെന്ന് പറയാണ്. അങ്ങനെ രേവതി വീട്ടിലേക്ക് വന്നിട്ട് രവീന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയാ. രവീന്ദ്രൻ പറഞ്ഞു, എനിക്കറിയായിരുന്നു അവൻ ഒരു കാരണവശാലും തെറ്റായ വഴിക്ക് പോയില്ല. എന്റെ മോൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടി മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിലും എന്നെ കണ്ടല്ലേ അവൻ വളർന്നിരിക്കുന്നേ. മറ്റുള്ളവരുടെ കഷ്ടപ്പാടും വേദന കണ്ട അവന് ഭയങ്കര സങ്കടമാണ്. അത് പണ്ട് മുതലേ അങ്ങനെയാന്ന് പറയാണ്. രേവതി ഞാൻ അറിയാതെ സച്ചേട്ടനെ തെറ്റിദ്ധരിച്ചെന്നൊക്കെ പറയാം. സാരമില്ല മോളെ, പോട്ടെ മോൾ അതാ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് സച്ചി വന്നു കഴിയുമ്പം രേവതി ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ സച്ചി എന്ത് ചെയ്യുക, ഒഴുക്ക മട്ടിൽ അങ്ങോട്ട് പറഞ്ഞിട്ട് പോവാം. പക്ഷെ രേവതിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. ശരത്തിന്റെ കൈ പിടിച്ച് തിരിച്ചൊടിച്ചു. അങ്ങനെ തിരിച്ചൊടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതിന് മാത്രം റീസൺ ചോദിച്ചിട്ട് സച്ചി പറഞ്ഞില്ല. സച്ചിയോട് കുറെ തവണ രേവതി ചോദിച്ചു എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്നൊക്കെ. പക്ഷെ സച്ചി എന്തിനേതൊന്നും പറയാൻ കൂട്ടാക്കില്ല. സച്ചിക്ക് അത് പറയാൻ പറ്റില്ലോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവൂലേ. അതുകൊണ്ട് സച്ചി ആ കാര്യം മാത്രം പറഞ്ഞില്ല. പിന്നീട് സച്ചി പതിവുപോലെ ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്ന സമയത്ത് സച്ചിയുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു. കുറെ കാലത്തിന് ശേഷം കാണുവാണ്. അങ്ങനെ കണ്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, ഞാൻ കുറച്ച് തിരക്കിലാടാന്ന് പറയാം. എന്താ, ഇലക്ഷനൊക്കെ അടുത്ത് വരുമല്ലേ, അപ്പൊ അവൻ ചെറിയ രാഷ്ട്രീയക്കാരനൊക്കെയാണ്. അതുകൊണ്ട് അതെ എന്റെ നേതാവുണ്ടല്ലോ ഒരു സമൂഹ വിവാഹം തന്നെ നടത്താൻ തീരുമാനിച്ചെന്ന് പറയണേ. സമൂഹ വിവാഹം അതെന്തിനാ ഇപ്പൊ അങ്ങനെ നടത്തുന്നത്? ഇലക്ഷനൊക്കെ അടുത്ത് വരുമ്പോൾ വോട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചില ചില്ലറ പരിപാടികളൊക്കെ നടത്തണമെന്ന് പറയാണ്. ഇങ്ങനെ ചില ചില്ലറ പരിപാടികളോ അതൊക്കെ എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. കാരണം വോട്ട് കിട്ടണമെങ്കിൽ ആൾക്കാരെ കയ്യിലെടുക്കണ്ടേ. അപ്പൊ സമൂഹ വിവാഹം നടത്തിയെന്ന് പറഞ്ഞാൽ അതൊരു പേരായിരിക്കും. അങ്ങനെ പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇലക്ഷന് ജയിക്കാനായിട്ട് സാധിക്കും. അതൊക്കെയാന്ന് പറയണ ഐഡിയ. അതെ ഞാൻ നേതാവിനെ കാണാനായിട്ട് പോകാൻ തുടങ്ങുക. സച്ചി എന്നെ എവിടെ വരെ ഒന്ന് കൊണ്ടുവിടുവെന്ന് ചോദിക്കുക. അതിനെന്താ കയറാൻ പറയണം. അങ്ങനെ സച്ചി അയാളെ കൊണ്ട് നേതാവിന്റെ അടുത്തേക്ക് പോകണം. അങ്ങനെ അവിടെ ചെന്നപ്പോ സച്ചിയോട്, എടാ നീയും കൂടെ കയറി പാടാന്ന് പറയാം. ഞാൻ എന്തിനാ വരുന്നേ, ഞാൻ വരുന്നൊന്നും ഇല്ലാന്ന് പറയാം. ഓ എടാ ഒരു നല്ല കാര്യത്തിന് പോലെ നീ വരാൻ പറയണം. അങ്ങനെ സച്ചിയും കൂടെ ബലമായിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നീട് സച്ചി ഫ്രണ്ടും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അങ്ങനെ കയറി ചെന്നപ്പോഴത്തേനും നേതാവ് കുറെ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സച്ചിയുടെ ഫ്രണ്ടിനെ കണ്ടപ്പോഴത്തേനും പറഞ്ഞു, വരാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിക്കുക. അതെ ഓക്കെ ആന്ന് പറയണം. അതെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ സെറ്റാണല്ലോ, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുമെന്ന് പറയണം. എല്ലാം ഓക്കെ ആന്ന് പറയണം. ചെറിയ കല്യാണമല്ല, വലിയ സമൂഹ വിവാഹം തന്നെയാണ് നടത്തുന്നത്. പിന്നീട് ചോദിച്ചു, അല്ല ഇതാരാന്ന് ചോദിക്കുകയാണോ കൂടെയുള്ളേ? അതെന്റെ ഫ്രണ്ട് സച്ചിയാന്ന് പറയണം. അല്ല കല്യാണം കഴിഞ്ഞാണോ? അതെ കല്യാണം കഴിഞ്ഞാണ്. ഒരു കാര്യം ചെയ്യാം, ഇവരെയും കൂടെ അവിടെ കൊണ്ടു നിർത്തുക, എന്നിട്ട് ഒന്ന് കെട്ടിക്കാൻ പറയണം. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഒന്ന് കെട്ടിയതിന്റെ കൊതു തീർന്ന് ഒന്ന്
കെട്ടിയതിന്റെ കൊതിയും അതും തീർന്നിരിക്കുക. ഇനിയിപ്പോ ഒന്നുകൂടെ കെട്ടാൻ പറ്റില്ലെന്ന് പറയാം. അതൊന്നും സാരില്ല, താൻ തന്റെ ഭാര്യനെ തന്നെ കല്യാണം കഴിച്ചാൽ മതി. ഇതൊക്കെ ഒരു വെറുതെ എല്ലാവരുടെയും കണ്ടിട്ട് പൊടിയിടാൻ വേണ്ടിട്ട് മാത്രമുള്ളതെന്ന് പറയാണ്. ഇത് കേട്ടോ സച്ചി പറഞ്ഞു, എന്റെ പൊന്നു സാറേ എന്നെ വെറുതെ വിട്ടേരെ എന്നൊക്കെ സച്ചി പറയാണ്. അങ്ങനെ നേതാവ് അയാളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയുടെ ഫ്രണ്ട് അയാളോട് പറഞ്ഞു, അതേ ഒരു പ്രശ്നമുണ്ട് സാറെന്ന് പറയാം. അല്ല എന്താ കാര്യം എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ മാല കെട്ടി തരാന്ന് പറഞ്ഞാൽ അവൻ മുങ്ങിന്ന് പറയണം. മുങ്ങിയെന്നോ? അതെ, അടുത്ത വീട്ടിലെ പെണ്ണിനെ അടിച്ചു മാറ്റിക്കൊണ്ട് അവൻ പോയി. പക്ഷെ ഇനിയിപ്പോൾ എന്തു ചെയ്യുമെന്ന് അറിയത്തില്ല. ഒന്നിനല്ല 500 മാലയാണ് വേണ്ടത്. അപ്പൊ അത്രയും മാല അത് എവിടുന്ന് സംഘടിപ്പിക്കും? അത് ഇത്ര സമയത്തിനുള്ളിൽ തന്നെ കെട്ടി കൊടുക്കുകയും ചെയ്യണ്ടേ? എല്ലാം കേട്ടിഞ്ഞപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. നീയല്ല ഏറ്റിരിക്കുന്നത്, എങ്ങാനും എന്തിനേലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെയും വെറുതെ വെച്ചേക്കില്ല എന്നൊക്കെ പറയണം. വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്ന ചടങ്ങാണ്. അപ്പൊ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നാണക്കേട് അയാൾക്കല്ലേ. അവസാനം സച്ചിയുടെ അടുത്തേക്ക് സച്ചിയുടെ ഫ്രണ്ട് വന്നിട്ട് ചോദിച്ചു, അല്ല നിന്റെ ഭാര്യ പൂ കെട്ടുന്നല്ലേ, പൂമാലയെ കെട്ടുന്നല്ലേ, ഒരു കാര്യം ചെയ്യാവോ, ഒരു ഉപകാരം ചെയ്തു തരാവോ, അവരൊന്ന് പറയാവോ, ഈ മാലയൊന്ന് കെട്ടിത്തരാൻ പറയാവോ, എങ്ങനെയെങ്കിലും രക്ഷിക്കടാന്ന് പറയണം. സച്ചിക്ക് ഇതിൽ ഒരു സന്തോഷം വേറെയില്ല. സച്ചി പറഞ്ഞു, ശരി ഞാൻ അവളോട് ചോദിച്ചു നോക്കാം എന്നൊക്കെ പറയാണ്. അങ്ങനെ സച്ചി വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം രേവതി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ രേവതിയോട് നേരിട്ട് സംസാരിക്കാൻ സച്ചിക്ക് ഒരു മടി. എങ്ങനെ രേവതിയോട് പറയണേ? കാരണം അവളും താനും തമ്മിൽ അങ്ങനെ അധികം സംസാരം കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ലല്ലോ. പിന്നീട് രവീന്ദ്രനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം. രവീന്ദ്രനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, നീ തന്നെ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാമെന്ന് പറയാം. പ്രിയ സച്ച ഒന്ന് സഹായിക്കാൻ പറയാണ്. അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു, ഞാനിവിടെ നിൽക്കാം, നീ അവളെ വിളിച്ച് സംസാരിക്കാൻ പറയാം. അങ്ങനെ രേവതിനെ വിളിച്ചു. രേവതിനെ വിളിച്ചു കഴിഞ്ഞിട്ട് സച്ചി രവീന്ദ്രനായിട്ട് പറഞ്ഞു, അതെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്ന് പറയണം. ഓർഡർ കിട്ടിയെന്നൊക്കെ ഇപ്പം രേവതി ഓർത്ത് ചുമ്മാ സാധാരണഗതിയിൽ 5 മാലയോ 10 മാലയൊക്കെ ആയിരിക്കും എന്ന് ഓർത്തെ. പിന്നെയാണ് 500 മാലയുടെ ഓർഡറാന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം രേവതി ഞെട്ടിപ്പോയി. രേവതി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യം വരുന്നില്ല ഇത്രയും വലിയ ഓർഡർ. ആദ്യം ഓർത്തു സച്ചി തള്ളി മറിച്ച് തന്നെ ചെറുതാക്കാൻ വേണ്ടി പറഞ്ഞൊക്കെ ആയിരിക്കുന്നു, വെറുതെ ബടായി അടിച്ചായിരിക്കുന്നു. പക്ഷെ അതൊന്നുമല്ല, സത്യമാണെന്ന് അറിഞ്ഞു. മാത്രമല്ല 20,000 രൂപ അഡ്വാൻസും കൂടെ കൊടുത്തു. അതുകൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ രേവതിക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. പിന്നീട് രവീന്ദ്രൻ നല്ല കാര്യമാണ്, ഇത്രയും വലിയൊരു ഓർഡർ കിട്ടാന്ന് പറഞ്ഞാൽ, അതും 500 മാലയുടെയൊക്കെ ഓർഡർ കിട്ടാന്ന് പറഞ്ഞാൽ കുറെ പൈസ കൈ വരുന്ന കാര്യമല്ലേ. പിന്നീട് രേവതി സച്ചിയോട് പറഞ്ഞു, അതെ ഒരു ഓട്ടമുണ്ട്, ഈ പൂവൊക്കെ എടുക്കണമല്ലോ, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ രേവതി സച്ചിയും കൂടെ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. ആ സമയം ശ്രുതിയുടെ അടുത്തേക്ക് ശ്രുതി വരുന്നുണ്ട്. കാരണം പൈസ വേണം. ഈ കാനഡയ്ക്ക് പോണ 14 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഇവളെ ഒന്ന് കറക്കി നോക്കിയാലോ, ഒരു പക്ഷേ ഇവളുടെ അച്ഛൻ ഭയങ്കര പൈസക്കാരനല്ലേ, കുറച്ച് പൈസ കിട്ടിയാലോ എന്നൊക്കെ കരുതിയിട്ട് ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് ഇതിനെക്കൂടി സംസാരിക്കുന്നുണ്ട്. ശ്രുതി അമ്പിനും ബില്ലിനും എടുത്തില്ല, ശ്രുതിനെ ഓടിക്കുവാണ്. മേലാൽ ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കളെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എങ്കിൽ എന്തിനേറെ പറയുന്നു, ശ്രുതിയുടെ കഷ്ടകാലം പിടിച്ച സമയമാണ്. ആ സമയത്താണ് ശ്രുതിയെ അന്വേഷിച്ച് ശ്രുതിയുടെ പാർക്കിൽ വെച്ച് പരിചയപ്പെട്ട ആ കൂട്ടുകാരൻ വരുന്നത്. അയാളുടെ കയ്യിൽ നിന്ന് 10-20,000 രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അയാൾ ആ പണം മേടിക്കാനായിട്ട് അങ്ങോട്ട് വരുവാണ്. അയാള് പേടിച്ച് ശ്രുതി കുറെ കാലമായിട്ട് ഇങ്ങനെ മുങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ അയാൾ വീട് തപ്പി കണ്ടുപിടിച്ച് വീട്ടിലേക്ക് വരുവാണ്. പിന്നീട് വന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു, നീ എന്നെ കാണാതെ മുങ്ങി നടക്കുമല്ലേ, നിന്നെ വീട് തപ്പി കണ്ടുപിടിച്ച് ഞാൻ വന്നു, നിന്റെ ഫുൾ അഡ്രസ് എൻ്റെ ഇല്ലടെന്നൊക്കെ ചോദിക്കുകയാണ്. ശ്രുതിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീട് പറഞ്ഞു, മര്യാദയ്ക്ക് എൻ്റെ പൈസ തന്നോണെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ നീ കൂടുതൽ കളിക്കൊന്നും വേണ്ട, ഇതേ നിന്റെ ഭാര്യനെ നിർത്തിക്കൊണ്ടാ പറയണെന്ന് പറയാ. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അല്ല എന്താ കാര്യം? അത് പെങ്ങളെ, ഇവിടെ ഞാൻ പാർക്ക് വെച്ച് പരിചയപ്പെട്ടാ, അവിടെ വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് 20,000 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പലിശയില്ല മുതലുമില്ല. ഇവൻ തന്നില്ലെങ്കിൽ നിങ്ങൾ തരേണ്ട വരും, അല്ലെങ്കിൽ കണ്ട് ഇവനെ ഞാൻ പിടിച്ച് അവിടെ നടുറോട്ടി നിർത്തുമെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രുതി പറഞ്ഞു, ഞാൻ എങ്ങനെയും തന്നോളാം, അതെ ദൈവത്തെ ഓർത്ത് ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയണ. അങ്ങനെ അയാളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക. ശ്രുതിക്ക് ആൾപ്പാട് ദേഷ്യപ്പായി. ശ്രുതിയാണെങ്കിൽ ഈ പൈസയൊക്കെ മേടിച്ച് കൂട്ടി ഇത് എന്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ തന്നെ തനിക്ക് പോലും നിലനില കയത്തില താ നിൽക്കുന്നത്. ആ കൂടെയാണ് ശ്രുതിയുടെ ഈ പ്രകടനങ്ങളൊക്കെ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷനായി പോയി ശ്രുതിക്ക്. പിന്നീട് സച്ചിൻ രേവതിയും കൂടെ മാല മേടിക്കാനുള്ള പൂ മേടിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. മാല കെട്ടാനുള്ള പൂ മേടിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കുറെ പൂവിനെല്ലാം ഓർഡറും കൊടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് തിരികെ വരുവാണ്. ഈ സമയം ശ്രുതി ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ്. അപ്പോഴേക്കും ശ്രുതിയും കൂടെ ആ കൂടെ അങ്ങ് ചെല്ലുവാണ്. പിന്നീട് ശ്രുതി എങ്ങനെയും കയ്യിലെടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നീ പൈസ തന്നേ മതിയാവെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൂടെ കൂടി. നീ നിന്റെ അച്ഛനോട് പറ, അച്ഛനോട് പറഞ്ഞ് കുറച്ച് പൈസ എനിക്ക് താട്ട്, ഒരു ബിസിനസ് നന്നായിട്ട് തുടങ്ങുവാണെങ്കിൽ നമുക്ക് മെച്ചപ്പെടാനായിട്ട് പറ്റും, എൻ്റെ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളൊക്കെ മാറും, നിനക്കും പിന്നെ ഈ ബ്യൂട്ടി പാർലറിൽ പോയി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നും വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവരുടെ അടുത്തൂടെ ഒരു ബൈക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. ബൈക്ക് വന്നു കഴിഞ്ഞാൽ ബൈക്കിൽ രണ്ടുപേര് ചാടി ഇറങ്ങിയിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വന്നു. ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് അപ്പം നീ ഇത്രയും കാലം ഞങ്ങളെ പറ്റിച്ചിട്ട് നടക്കുമായിരുന്നു അല്ലേടി എന്നൊക്കെ ചോദിക്കുകയാണ്.
ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ശ്രുതിക്ക് കാര്യം എന്താന്ന് മനസ്സിലായില്ല. ശ്രുതിയുടെ മുഖത്ത് ആകെപ്പാടെ അങ്കലാപ്പും പരിഭ്രമവും ഒക്കെ ഉണ്ടായി. അല്ല എന്താ കാര്യം എന്താന്ന് ശ്രുതി ചോദിക്കണം. അതെ ഇതാരാ, ഈ കൂടെയുള്ള ആരാന്ന് ചോദിക്കണം. ഇതെന്റെ ഭാര്യ. ഓ ഭാര്യയാണോ? അല്ല എടി നീ ഇങ്ങനെ എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. ഞാനാരെയും പറ്റിച്ചിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ഇതേ മിസ്റ്റർ മര്യാദയ്ക്ക് സംസാരിക്കണം, ഇതെന്റെ ഭാര്യ, നിങ്ങൾ വഴി തടഞ്ഞു വെച്ച് ഇതെന്താ ഈ പറയണമെന്നൊക്കെ ചോദിക്കുകയാണ്. നിന്റെ ഭാര്യയാണല്ലേ, എന്നാ നീ സൂക്ഷിച്ചോ, അധികം വൈകാതെ നിനക്കുട്ടി ഇവള് പണി തരുമെന്ന് പറയണം. ഇതേ കാര്യം എന്താന്ന് പറയാണ്. ഇവള് ബാങ്കിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു, 1-2 ലക്ഷം രൂപ. എന്നിട്ട് ഇവൾ നൈസായിട്ട് അങ്ങോട്ട് മുങ്ങി നടന്നു. അവസാനം വീട് അന്വേഷിച്ചെന്നതിന് ആളുമില്ല, അങ്ങനെ അഡ്രസ്സും ഇല്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ശ്രുതി ഒരു നിമിഷം ഞെട്ടിപ്പോവാണ്. സത്യം പറയടി, നീ എങ്ങോട്ടാ മുങ്ങിയെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശ്രുതി ഒന്നും മിണ്ടിയില്ല. ഓഹോ അപ്പൊ നിന്റെ സ്ഥിരം പരിപാടി ഇതല്ലേന്ന് ചോദിക്കുകയാണ്. ശ്രുതി അറിഞ്ഞല്ലോ എന്നൊരു നാണക്കേട്. പിന്നീട് ശ്രുതി ഞാനൊരിടത്തേക്കും പറ്റിച്ച് നടന്നിട്ടൊന്നുമില്ല, ഞാൻ ആ കാര്യം എന്ന് പറയണം. ഓഹോ ഇപ്പൊ നീ ആ കാര്യം ഓർത്തില്ലെന്ന് പറയാൻ വന്നാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് പണം അടച്ചോണം, ഇല്ലെങ്കിലുണ്ടല്ലോ എന്തേ നിന്റെ ഭർത്താവ് വന്നല്ലേ പറയണേ, ഇവനെ ഞങ്ങളങ്ങ് തൂക്കിയെടുക്കുമെന്ന് പറയണം. ഇവനെ മാത്രമല്ല നിന്നെയും കൂടെ, രണ്ടും ജയിലിൽ പോയി കിടക്കുമെന്നൊക്കെ പറയണം. പിന്നീട് ശ്രുതിയോട് നിന്റെ ആധാർ കാർഡ് ഇങ്ങ് എടുക്കാൻ പറയണം. ആധാർ കാർഡ് എടുത്ത് കൊടുത്തു, അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അറിയാലോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇത്രയും കാലം നീ മുങ്ങി നടന്നിട്ട് 3-4 ലക്ഷം രൂപ, എത്ര കാലം എന്താ നിന്നെ അന്വേഷിച്ച് നടക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ശ്രുതിനെ പഞ്ഞിക്കിട്ട് അങ്ങോട്ട് പോവാണ്. ഒരു നിമിഷം ശ്രുതിയോട് ചോദിച്ചു, അല്ല ശ്രുതി നീ ഇത് എന്ത് പരിപാടിയെ കാണിച്ചേ, ഇത്ര എമൗണ്ട് ഒക്കെ എടുത്തിട്ട് നീ എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കാം. അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഞാൻ എടുത്താ എന്നൊക്കെ ശ്രുതി ഒരു കള്ളത്തരം പറയാണ്. ഫ്രണ്ടിന് വേണ്ടോ? അതെ, ഞാൻ ആ കാര്യം പിന്നെ മറന്നുപോയി, ഞാൻ കരുതി അവൾ അടയ്ക്കുമായിരിക്കുമെന്ന്, പക്ഷെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ടൊരു കള്ളം പറഞ്ഞ് മുങ്ങാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ്. ആ സമയം ശ്രുതിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ശ്രുതിയില്. കാരണം ഇവളെന്താ ഏതാ ഇങ്ങനെയൊക്കെ പറയണേ ഒന്നും ശ്രുതിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പക്ഷെ ഈ സമയത്ത് രേവതി ഭയങ്കര സന്തോഷത്തിലാണ്. രേവതി എന്ത് ചെയ്യണം, തന്റെ പരിചയത്തിലുള്ള പൂ കിട്ടുന്ന ചേച്ചിമാരെയൊക്കെ വിളിക്കണം. പിന്നീട് വീട്ടിലേക്ക് വരാൻ പറയാം. കാരണം 500 മാല കെട്ടണം. 500 മാല രേവതിനെ കൊണ്ട് കെട്ടാൻ പറ്റില്ല പെട്ടെന്ന്, എല്ലാം ഒരുമിച്ച് കൊടുക്കേണ്ട മാലയാണല്ലോ. അങ്ങനെ അവരെല്ലാം കൂടെ വീട്ടിൽ വന്നപ്പോഴത്തേനും ചന്ദ്രമതിയുടെ കണ്ണ് തള്ളിപ്പോയി. കാരണം കുറെ പെണ്ണുങ്ങളെല്ലാരും കൂടെ വന്നിരിക്കുന്ന വീട്ടിലേക്കോ, അതും പൂമാല കെട്ടാനായിട്ട്. ഇത്രയും വലിയ ഓർഡർ ഇവൾക്കോ? ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ചന്ദ്രയ്ക്ക്. ചന്ദ്രമതി അതിന്റെ പേരില് മഴ കിട്ടിയപ്പോഴത്തെ വേദനം വന്നിട്ട് ചന്ദ്രനെ പഞ്ഞിക്കിടുന്നുണ്ട്. അതെ മോൾക്ക് നല്ല ഓർഡർ കിട്ടിയപ്പം നീ എന്തിനാടി ഇങ്ങനെയൊക്കെ പറയണേ ചന്ദ്രേ, അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം, പറഞ്ഞു കേട്ടല്ലോ. പിന്നീട് രേവതി പറഞ്ഞു, മോൾ അവരെയും വിളിച്ചോണ്ട് ഹാളിലേക്ക് വാ, ഇവിടെ വന്നിരുന്ന് മാല കെട്ടിക്കോളാനൊക്കെ പറയണം. ചന്ദ്രയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. കാരണം രേവതിക്ക് ഇത്രയും വലിയ ബിസിനസ് കിട്ടുക, അവളെങ്ങാനും ഇനിയിപ്പം നന്നായി പോയെങ്കിലോ എന്നൊരു ചിന്ത. അതിനേക്കാളുപരി ഇവരെല്ലാവരും കൂടെ വീട്ടിലേക്ക് വന്ന് പൂമാല കെട്ടുന്നുണ്ടപ്പം അത് സഹിച്ചില്ല. അപ്പം അങ്ങനെ ആകെപ്പാടെ തകർന്ന് തരിപ്പണമായി പോവാണ് ചന്ദ്ര. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.